Hello aspirants, welcome to Sunday Seeds PSC class. SI സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈമിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ചെറിയ വീഡിയോസാണ്. അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ വീഡിയോസ് കൂടി കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി കാണണം. അതുപോലെ ബേസിക്സ് ഓഫ് സൈക്കോളജിയുടെ ഫുൾ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കണ്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡെഫിനിഷനൊന്നും അല്ലാതെ നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ടറിയാം സോഷ്യൽ മീഡിയ എന്താണെന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയ റെഫേഴ്സ് ടു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് or tools that allow users to create, share, interact with content, information or other users. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ബ്ലാങ്കറ്റ് ടേമാണ്. അപ്പോൾ നമ്മളോട് സോഷ്യൽ മീഡിയ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ചില എക്സാമ്പിൾസ് ആയിരിക്കും പറയുന്നത്. നമ്മളോടിപ്പോൾ സോഷ്യൽ മീഡിയ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ് ഒക്കെ സോഷ്യൽ മീഡിയ ആണെന്ന് പറയും. അങ്ങനെയായിരിക്കും നമ്മൾ ഉത്തരം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണ്. ഇതെല്ലാം ചേർന്ന് ഒരു ബ്ലാങ്കറ്റ് ടേമാണ് സാമൂഹിക മാധ്യമം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എല്ലാം കൂടി ചേർന്ന ഒരു ബ്ലാങ്കറ്റ് ടേമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടാകാം, ചില ടൂൾസ് ഉണ്ടാകാം. എന്തിനു സഹായിക്കുന്നത്? വ്യക്തികൾക്കും ഇൻഡിവിജ്വൽസിനും ഒരു കമ്മ്യൂണിറ്റിക്കും ഒക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് അത് പങ്കുവയ്ക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന വെബ് അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമൂഹിക മാധ്യമത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം ബന്ധം സ്ഥാപിക്കാൻ പറ്റും, സാങ്കല്പികമായിട്ടുള്ള സമൂഹം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതായത് കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. ഇൻഫർമേഷൻസ് ഒത്തിരി പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളിലും ചർച്ചകൾ നടത്തുവാൻ പറ്റും. ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ ഇതെല്ലാം സോഷ്യൽ മീഡിയ ആണെന്ന്. ആ ഉത്തരത്തിന് ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ബ്ലാങ്കറ്റ് ടേം ആണെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്നർത്ഥം. സാമൂഹിക മാധ്യമം എന്ന ഒരു പദത്തിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇൻ്റർനെറ്റ് ഫോറംസ് എന്ന് പറയും, ഇൻ്റർനെറ്റ് വേദികൾ. അതായത് സന്ദേശം അയക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ആക്റ്റീവായിട്ട് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഓൺലൈൻ വെബ്സൈറ്റാണ് ഇൻ്റർനെറ്റ് വേദികൾ എന്ന് പറയുക, ഇൻ്റർനെറ്റ് ഫോറംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഫോറം ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ആണ്. വിക്കിപീഡിയ സോഷ്യൽ മീഡിയയാണ്, ഒരു ക്ലാസിഫിക്കേഷനാണ്. അതുപോലെ സോഷ്യൽ ബ്ലോഗുകൾ, മൈക്രോ ബ്ലോഗ്സ്, ഇതെല്ലാം സോഷ്യൽ മീഡിയ എന്നുള്ള സാമൂഹിക മാധ്യമം എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. എന്തുകൊണ്ടാണ് അവയെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത്? ഈ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്? ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ട്വിറ്ററിലും അങ്ങനെ തന്നെ, ലിങ്ക്ഡിനിലും അങ്ങനെ തന്നെ, ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ തന്നെ അല്ലേ? അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപയോഗിച്ച് നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, നമ്മുടെ ആശയങ്ങൾ കൈമാറാം, നമ്മുടെ പിക്ചേഴ്സ് ഷെയർ ചെയ്യാം, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാം. ഇതിനെല്ലാം സഹായിക്കുന്ന സൈറ്റുകളാണ് ഈ പറഞ്ഞ സൈറ്റുകൾ. ഇവയെ എന്ത് പറയും? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയും. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് മലയാളത്തിൽ പറഞ്ഞാൽ സാമൂഹിക ശൃംഖലകൾ എന്ന് പറയും. ഇതാണ് സാമൂഹ്യ ശൃംഖലകൾ, സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്ന് പറയും. അതിന് സഹായിക്കുന്ന സൈറ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി നോക്കാം, മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്താണ് മൈക്രോ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്? മൈക്രോ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വാക്കുകളിൽ, ഏറ്റവും ചുരുക്കം വാക്കുകൾ നമുക്ക് പറയാനുള്ള ആശയങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ് മൈക്രോ ബ്ലോഗിങ്ങിലൂടെ. ചിലപ്പോൾ വീഡിയോയുടെ ലിങ്ക് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പിക്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ടെക്സ്റ്റ് മെസ്സേജസ് ആകാം. ഇതെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്നതാണ് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം. ബ്ലോഗുണ്ട് വേറെ, ഇതെന്താണ്? മൈക്രോ ബ്ലോഗിങ്, അതായത് ചെറിയത്, ഏറ്റവും ചെറുതായിട്ട് നമ്മൾ മെസ്സേജസ് ടൈപ്പ് ചെയ്തിടുന്നത് ഇവിടെയാണ്. ട്വിറ്ററിൽ നമ്മൾ ഏറ്റവും ജനപ്രിയമായിട്ടുള്ളൊരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അല്ലേ? ട്വിറ്ററിൽ മെസ്സേജ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ട്വീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ട്വിറ്ററിലെ മെസ്സേജുകൾ അറിയപ്പെടുന്നത് ട്വീറ്റ് എന്നാണ്.
ഒരു ട്വീറ്റിൻ്റെ പരിധി എത്രയാണ്? 280 ക്യാരക്ടേഴ്സ്, 280 ക്യാരക്ടേഴ്സാണ് ഒരു ട്വീറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് അലൗഡ് ആയിട്ടുള്ളത്. അതായത് വലിച്ചു നീട്ടി വലിയ ആർട്ടിക്കിളും ഒന്നും പാരഗ്രാഫും ഒന്നും എഴുതാൻ പറ്റത്തില്ല എന്ന്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള മെസ്സേജ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അവിടെ കുറിച്ചിടണം. അതിനെയാണ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജിൽ പറയുന്നതാണ് ട്വീറ്റ് എന്ന്. എത്ര ക്യാരക്ടേഴ്സാണ് അലൗഡ്? 280 ക്യാരക്ടേഴ്സാണ് മാക്സിമം അലൗഡ്. അപ്പോൾ അത്തരം സൈറ്റുകളെ പറയുന്നതാണ് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ്. എന്താണ് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്? ഇനി അടുത്തത് നോക്കാം. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും പറയാനുള്ള നമ്മുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ആയിരിക്കും അതിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പൊതുജനത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്നതാണ് ഈ ട്വീറ്റ് എന്നൊക്കെ പറയുന്നത്. കാരണം അത്രയും മെസ്സേജായിട്ട് ഇടുന്നതെങ്കിൽ പോലും അത് വലിയൊരു കമ്മ്യൂണിറ്റിയെ അവരുടെ അഭിപ്രായത്തിനെയും ഒക്കെ സ്വാധീനിക്കാനായിട്ട് പറ്റുന്നതാണ്. കാരണം പലരുടെയും പൊളിറ്റിക്കൽ കരിയർ അവസാനിപ്പിക്കാനായിട്ട് പല ട്വീറ്റുകളും കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് ട്വീറ്റുകൾ കാരണമായിട്ടുണ്ട്. അപ്പോൾ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്ന് അർത്ഥം. ഇനി ഫോട്ടോസ് ആൻഡ് വീഡിയോ ഷെയറിംഗ് സൈറ്റ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഒരു ഫോട്ടോ ഷെയറിംഗ് സൈറ്റായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതൊരു നെറ്റ്വർക്കിംഗ് സൈറ്റാണ്, എന്നാൽ പോലും ഒരു ഫോട്ടോ ഷെയറിംഗ് വീഡിയോ ഷെയറിംഗ് സൈറ്റായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. യൂട്യൂബ് ഒരു വീഡിയോ ഷെയറിംഗ് സൈറ്റാണ്. അതുപോലെ ടിക്ടോക്കും വീഡിയോ ഷെയറിംഗ് സൈറ്റാണ്. ഇനി ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്താണ് സോഷ്യൽ ബ്ലോഗുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചത് മൈക്രോ ബ്ലോഗ്സ് ആണ്. മൈക്രോ ബ്ലോഗ്സിനെ കുറിച്ചാണ്. അതല്ല, സോഷ്യൽ ബ്ലോഗ്സ് ഉണ്ട്. സോഷ്യൽ ബ്ലോഗ്സ്, ഒരു സെക്കൻഡ്. സോഷ്യൽ ബ്ലോഗ്സ് എന്താണ്? സോഷ്യൽ ബ്ലോഗ്സ് എന്ന് നോക്കാം. സോഷ്യൽ ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ അതായത് അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അതായത് ഏറ്റവും പുതിയവ മേളിൽ വന്ന് കിടക്കും, എന്നിട്ട് അതിൻ്റെ താഴെ പോസ്റ്റ് ചെയ്തത്, പ്രീവിയസ് ആയിട്ട് പോസ്റ്റ് ചെയ്തത് അതിൻ്റെ താഴെ അവൈലബിൾ ആയിരിക്കും. അതായത് ഒരു അപ്ഡേറ്റ് എന്നോണം ഈ ബ്ലോഗ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഏറ്റവും പുതിയവ ഏറ്റവും ആദ്യം വരുന്ന രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ ഇൻഫോർമേഷൻസ് ആയിരിക്കും, ചിലപ്പോൾ ഡിബേറ്റ്സ് ആയിരിക്കും. ഇതൊക്കെ തരുന്ന വെബ്സൈറ്റ്സാണ് സോഷ്യൽ ബ്ലോഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ബ്ലോഗിൻ്റെ അകത്ത് എക്സാമ്പിൾസാണ് blogger.com, wordpress.com ഒക്കെ സോഷ്യൽ ബ്ലോഗ്സിൻ്റെ എക്സാമ്പിൾസാണ്. ചിലപ്പോൾ ഒന്നിലധികം എഴുത്തുകാർ ചേർന്ന് എഴുതുന്ന ബ്ലോഗ്സും കാണും. ഒരാൾ മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ ഒന്നിലധികം എഴുത്തുകാർ ചേർന്ന് ഉപയോഗിക്കുന്ന ബ്ലോഗ്സും കാണും. അപ്പോൾ സോഷ്യൽ ബ്ലോഗിങ്ങിനകത്ത് നമുക്ക് വലിയ ആർട്ടിക്കിൾസോ ഡിബേറ്റ്സോ ഒക്കെ ചെയ്യാം. പക്ഷേ മൈക്രോ ബ്ലോഗ്സിൽ എന്തില്ല? 280 ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ട്വിറ്ററിനെ സംബന്ധിച്ചാണെങ്കിൽ 280 ക്യാരക്ടേഴ്സാണ് മാക്സിമം. അവിടെ ഹ്രസ്വമായിട്ടുള്ള വാക്കുകളിൽ കാര്യങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറിച്ചിടണം. ഇതാണ് മൈക്രോ ബ്ലോഗിങ്ങും സാധാരണയുള്ള സോഷ്യൽ ബ്ലോഗ്സും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് നോക്കാം. ഫോറംസ് ആൻഡ് ഡിസ്കഷൻ ബോർഡ്സ്. നമ്മൾ ഫോറംസിനെ കുറിച്ച് പറഞ്ഞു, ഇൻ്റർനെറ്റ് ഫോറംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ചർച്ചയ്ക്ക് വയ്ക്കാനോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഡിബേറ്റ് ചെയ്യാനോ അതിൽ കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം എന്നൊക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന സഹായകമായിട്ടുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റാണ് ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വോറ നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. പലതരത്തിലുള്ള ഇൻഫർമേഷൻസും നമുക്ക് കിട്ടും. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻഫർമേഷനും കൂടി അപ്ലോഡ് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് അവിടെ ഷെയർ ചെയ്യാം. അങ്ങനെ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഇൻ്റർനെറ്റ് ഫോറംസ്, ഇൻ്റർനെറ്റ് വേദികൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റെഡിറ്റ്, ക്വോറ, സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കെ അതിന് എക്സാമ്പിൾസാണ്. ഇനി മൈൻക്രാഫ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വെർച്വൽ വേൾഡ് തന്നെയാണ് മൈൻക്രാഫ്റ്റ്. സെക്കൻഡ് ലൈഫ് എന്നൊക്കെ പറയുന്നത് വെർച്വൽ വേൾഡ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഇനി സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്. പിൻട്രസ്റ്റ്, ഡെലീഷ്യസ് ഒക്കെ സോഷ്യൽ ബുക്ക് മാർക്കിംഗ് സൈറ്റ്സ് ആണ്. പോഡ്കാസ്റ്റ് നിങ്ങൾക്കറിയാം, സ്പോട്ടിഫൈ ഒക്കെ എന്താണ്? പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ ഇങ്ങനെ പരത്തി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിനകത്ത് ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ. എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ? ഇൻ്റർനെറ്റ് ഫോറംസ് ഉണ്ട്, ഇൻ്റർനെറ്റ് വേദികളുണ്ട്, അതുപോലെ സോഷ്യൽ ബ്ലോഗ്സ് ഉണ്ട്, മൈക്രോ ബ്ലോഗ്സ് ഉണ്ട്, വിക്കിപീഡിയ ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്. ഇത്തരം ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ചേരുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്നുള്ള ഒറ്റ ഒരു ടെർമിനോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ? നമുക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതും നമുക്ക് ചർച്ച ചെയ്യാം ഇതിന് ശേഷം. എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് നോക്കാം. യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റ്, ഇൻറ്ററാക്ടിവിറ്റി, ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ, റിയൽ ടൈം അപ്ഡേറ്റ്, മൾട്ടിമീഡിയ സപ്പോർട്ട്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള
എന്താണ് കീ ഫീച്ചേഴ്സ്, സോഷ്യൽ മീഡിയയുടെ കീ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് അല്ലേ. നമുക്ക് കോണ്ടൻറ്റ് ജനറേറ്റ് ചെയ്തിടാം. ആരാണോ യൂസർ അവർക്ക് കോണ്ടൻറ്റ് ജനറേറ്റ് ചെയ്തിടാം. അതുപോലെ ഇൻറ്ററാക്ടിവിറ്റി, നമുക്ക് ഫീഡ്ബാക്ക്സ് എടുക്കാം, നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഫീഡ്ബാക്ക്സ് എടുക്കാം, നമുക്ക് അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഷെയർ ചെയ്യാം, കൊളാബറേറ്റ് ചെയ്യാം, റിയൽ ടൈമിൽ അപ്ഡേറ്റ്സ് അവൈലബിൾ ആയിരിക്കും, മൾട്ടിമീഡിയയുടെ സപ്പോർട്ട്സ് ഉണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ കീ ഫീച്ചേഴ്സാണ്. ഇനി ഇതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആളുകളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയുടെ ഹൈലൈറ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഈ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ ഒരുപാട് നഷ്ടപ്പെട്ട സൗഹൃദങ്ങളും നമ്മുടെ സ്കൂൾ ടൈമിലെ ഫ്രണ്ട്സിനെയും ഒക്കെ നമ്മൾ തിരിച്ച് കണ്ടെത്തിയത്, ഈ കണക്ടിവിറ്റി ഉണ്ടാക്കിയത് അല്ലേ, വലിയ പലതരം കമ്മ്യൂണിറ്റികളുടെ ഭാഗമായിട്ട് നമ്മൾ മാറിയത് ഒക്കെ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയാണ്. അപ്പോൾ കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇൻഫർമേഷൻ ഷെയറിങ്, എന്താണ്, നമുക്കൊരു കാര്യത്തിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നമുക്ക് ഷെയർ ചെയ്യണമെങ്കിലും വി ക്യാൻ ഓൾസോ ഷെയർ അല്ലേ. ഇതെല്ലാം സോഷ്യൽ മീഡിയ നമുക്ക് തരുന്ന ബെനിഫിറ്റ്സ് ആണ്. മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്, വാണിജ്യപരമായിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് നിൽക്കുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ. നമുക്കറിയാം, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആദ്യം നമ്മൾ ഇങ്ങനെ വെറുതെ ചാറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയക്കാനും നഷ്ടപ്പെട്ടു പോയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ നമുക്കതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി വന്നപ്പോൾ നമ്മൾ ബിസിനസ് പർപ്പസിനാണ് ഇപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിലായാലും വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ബിസിനസ്സുകളാണ് അതിൽ കൂടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പൊട്ടൻഷ്യലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനും ഒക്കെ ഇത്തരം സൈറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്, ഇതിനെല്ലാം സഹായിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജസ് എന്താ? ഒരാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്, അതായത് പ്രൈവസി കൺസേൺസ്. പിന്നെന്താ? സൈബർ ബുള്ളിങ്, ഹറാസ്മെൻറ്റ് ഒരുപാട് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ബുള്ളിങ് ഒരുപാട്, ഹറാസ്മെൻറ്റും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ ഇൻഫർമേഷൻ ഓവർലോഡ്, എന്തിനും ഏതിനും ടൺ കണക്കിന് ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഫിൽട്ടർ ചെയ്ത് ഏതാണ് കറക്റ്റ്, ഏത് ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പിന്നെ അഡിക്ഷൻ, പല സൈറ്റുകളും നമ്മൾ അഡിക്ഷൻ ഉണ്ടാക്കുന്ന സൈറ്റുകളാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ് കാരണം ഡിപ്രഷനിലേക്ക് പോവുകയും കുട്ടികൾ പഠിക്കാതാകുകയും ആൾക്കാർ ജോലി പ്രോപ്പറായിട്ട് ചെയ്യാതാകുകയും അങ്ങനെ പലതരത്തിൽ ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ്. ഇനി സെക്യൂരിറ്റി റിസ്ക്, നമുക്കറിയാം, നമ്മുടെ പാസ്വേഡ്, നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് വഴി നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്, നല്ല ശീലങ്ങൾ, സോഷ്യൽ മീഡിയയിൽ പാലിക്കേണ്ട നല്ല ശീലങ്ങൾ, ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ്? നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വീഡിയോസ്, ഫോട്ടോസൊക്കെ ആവശ്യമില്ലാതെ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ചില വെബ്സൈറ്റുകൾ നമ്മൾ സന്ദർശിക്കാൻ പാടില്ല. സമയനഷ്ടം നമ്മൾ മനസ്സിലാക്കണം. ചില സൈറ്റുകളിലൊക്കെ പോയാൽ നമ്മളിങ്ങനെ അതിനകത്ത് വീഡിയോസൊക്കെ ആയാലും കണ്ടുകൊണ്ടേയിരിക്കും, നമ്മുടെ സമയം പോകുന്നൊന്നും നമ്മൾ അറിയത്തേയില്ല. അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇത്ര സമയം ഉപയോഗിക്കാം എന്നുള്ളതൊരു കാൽക്കുലേഷനോടുകൂടി വേണം. നമുക്കൊരു കൺട്രോൾ വേണം, എത്ര സമയം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു കൺട്രോൾ നമുക്ക് വേണം. അങ്ങനെ ഇല്ലെങ്കിൽ അത് അഡിക്ഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ പ്രൈവസി സെറ്റിങ്സ്, നമുക്ക് 3 പ്രൈവസി ലെവലാണ്, ബേസിക്കായിട്ട് പറഞ്ഞാൽ 3 പ്രൈവസി ലെവലാണ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണത്, പ്രൈവറ്റ് ആണോ, പബ്ലിക് ആണോ, ഫ്രണ്ട്സ് ഉള്ളി ആണോ എന്നല്ലേ. അപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് മാത്രം കാണാം, പബ്ലിക് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഇല്ലാത്തവർക്ക് പോലും ആർക്ക് വേണമെങ്കിലും കാണാം.
സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിന് മാത്രം കാണാം. അപ്പോൾ 3 തരത്തിലുള്ള പ്രൈവസി ലെവലാണ്, 3 അടിസ്ഥാന തരത്തിലുള്ള സ്വകാര്യ തലങ്ങൾ 3 എണ്ണമാണുള്ളത്. എന്തൊക്കെയാണ്? പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ സെറ്റിങ്സ് മനസ്സിലാക്കി വേണം നമ്മളൊരു ഫോട്ടോയോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെറ്റിങ്സ് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് അറിഞ്ഞു വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബ്ലോക്കിംഗ്, റിപ്പോർട്ടിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത കോൺടാക്ട്സ് ആണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, വിത്ത് റീസൺ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ സെക്യൂരിറ്റി മെഷേഴ്സ്. എപ്പോഴും പാസ്വേഡൊക്കെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണം, അതൊന്നും ആർക്കും കൊടുക്കരുത്. 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എപ്പോഴും ചെയ്യണം. പ്രൈവസി സെറ്റിങ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്തു വെക്കണം. നമ്മൾ ബാക്കപ്പ് എടുത്തു വെക്കണം. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ്സും ബാക്കപ്പും ഒക്കെ എടുത്തു വെക്കണം. ഇത്തരത്തിലൊക്കെ സൂക്ഷിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ക്ലിയർ? അടുത്ത എന്താണ് ഓൺലൈൻ പോർട്ടൽ? എന്താണ് ഓൺലൈൻ പോർട്ടൽ എന്ന് നോക്കാം. എ വെബ്സൈറ്റ് ദറ്റ് പ്രൊവൈഡ്സ് ആക്സസ് ടു വേരിയസ് റിസോഴ്സസ്, സർവീസസ് ഓർ ഇൻഫർമേഷൻ. അതായത് ഒരു സിംഗിൾ പോയിൻ്റ് ആക്സസ് ആണ്. നമുക്കൊരു ലിങ്ക് കിട്ടിയെന്ന് വെച്ചോ, ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു പോർട്ടലിലേക്ക് എത്തും. ആ പോർട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്ത് കെയർ, ഒരു ഹോസ്പിറ്റലിലെ ഒരു ലിങ്കിലോട്ടാണ് നമ്മൾ പോയത്, ഒരു പോർട്ടലിലാണ് നമ്മൾ പോയതെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പല സർവീസസ് അവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ, ഇൻ എ പർട്ടിക്കുലർ ഡോക്ടറിന് ഒരു കൺസൾട്ടേഷൻ നമുക്ക് ബുക്ക് ചെയ്യാം, നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഹെൽത്ത് അഡ്വൈസ് കിട്ടുമെങ്കിൽ അങ്ങനെ നമുക്ക് ഓൺലൈനിൽ ചാറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെൽത്ത് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് പറ്റുമായിരിക്കും. അതായത് പല തരത്തിലുള്ള സർവീസസ് അവൈലബിൾ ആയിരിക്കും ഒരു പോർട്ടലിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. വേരിയസ് റിസോഴ്സസ്, സർവീസസ് ഓർ ഇൻഫർമേഷൻ. ഇപ്പോൾ ന്യൂസിൻ്റെ ഒരു പോർട്ടലിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ കാണും? എഡ്യൂക്കേഷൻ ന്യൂസ് സെപ്പറേറ്റ് കാണും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂസ് പ്രത്യേകം കാണും, കറണ്ട് അഫയേഴ്സ്, അതായത് GK അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പ്രത്യേകം കാണും. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂസ് പ്രത്യേകം കാണും. അപ്പോൾ പലതരത്തിലുള്ള, ചിലപ്പോൾ ക്രോസ് വേർഡ് പസിൽസ് കാണും, അതിനകത്ത് തന്നെ നമുക്കത് കളിക്കാനുള്ള ഓപ്ഷൻസ് കാണും. ഇങ്ങനെ പലതരത്തിലുള്ള റിസോഴ്സസ് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടുകയാണ്, ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അതിനെയാണ് ഓൺലൈൻ പോർട്ടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിംഗിൾ പോയിൻ്റ് ആക്സസ് ആയിരിക്കും എപ്പോഴും ഓൺലൈൻ പോർട്ടലിന്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആയിരിക്കും. അതായത് നമുക്ക് തന്നെ ഓപ്ഷൻസ് വായിച്ച് മനസ്സിലാക്കി ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്താനായിട്ടും അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കാനായിട്ടും ഒക്കെ പറ്റുമായിരിക്കും. ഇത്തരം കാര്യങ്ങളെയാണ് ഓൺലൈൻ പോർട്ടൽ എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്. സ്പീഡ് കൂടുതലാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ, സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയി സ്പീഡ് കുറച്ച് കാണണേ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ തൊട്ട് സ്പീഡ് കുറച്ച് വേണമെങ്കിൽ പറയണേ. എൻ്റെ ഒരു ബൈ ഡിഫോൾട്ട് ഞാൻ ഇച്ചിരി സ്പീഡാണ്. ഇൻഫർമേഷൻ പോർട്ടൽ എന്ന് പറയുമ്പോൾ ന്യൂസ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സർവീസ് പോർട്ടൽസിൻ്റെ എക്സാമ്പിൾസാണ് ബാങ്കിങ്. നമ്മളൊരു പോർട്ടലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ എന്തെങ്കിലും ഡൗട്ട്സ് അവിടെ ചോദിക്കണമെങ്കിൽ നമുക്കവിടെ ചോദിക്കാം. ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ അറിയാം, അല്ലേ? നമ്മുടെ ഡെപ്പോസിറ്റ് സ്കീം ഏതാണെന്ന് അറിയണമെങ്കിൽ അറിയാം. അങ്ങനെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്തൊന്ന് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ പലതരത്തിലുള്ള സർവീസസ് ഒരു സിംഗിൾ സ്ഥലത്ത് കിട്ടുന്നു. അതാണ് ഓൺലൈൻ പോർട്ടൽ എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ്, അതായത് നിങ്ങളുടെ എക്സാമ്പിൾ ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആമസോൺ എന്താണ്? ഒരു ഇ കൊമേഴ്സ് പോർട്ടലാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കാം, സെർച്ച് ചെയ്യാം, അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്ട്സിനെ കുറിച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ റേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സർവീസസ് നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ വിൻഡോയിൽ കിട്ടും. ഗവൺമെൻറ് പോർട്ടൽസ് നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, PSCയുടെ വെബ്സൈറ്റൊക്കെ, അല്ലേ? അപ്പോൾ അത് ഗവൺമെൻറ് പോർട്ടൽസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് വരാം. പബ്ലിക് സർവീസസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാമാണ് പോർട്ടലിൻ്റെ ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ എക്സാമ്പിൾസും. ഓക്കെ ആണോ? ഇനി ബ്ലോഗ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, പക്ഷേ ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് പറയാം. റെഗുലർലി അപ്ഡേറ്റഡ് ഓൺലൈൻ ജേണൽ ഓർ ഡയറി, അതാണ് ബ്ലോഗ്. നമ്മൾ പറഞ്ഞത് സോഷ്യൽ ബ്ലോഗ്സ് ആണ് നേരത്തെ പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് റെഗുലർലി അപ്ഡേറ്റഡ് ഓൺലൈൻ ജേണൽ ഓർ ഡയറി. അതായത് ചിലപ്പോൾ കവിതകൾ എഴുതുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ലേഖനങ്ങൾ എഴുതുന്നുണ്ടായിരിക്കും. ഇതൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളാണ് ബ്ലോഗുകൾ എന്ന് പറയുന്നത്. ബ്ലോഗിൻ്റെ ആദ്യകാലത്തെ പേര്, അപ്പം അതിൻ്റെ ആദ്യത്തെ പേര് വെബ് ബ്ലോഗ് എന്നാണ്. വെബ് ബ്ലോഗ് എന്നായിരുന്നു ആദ്യത്തെ പേര്. ആ പേര് സജസ്റ്റ് ചെയ്തത് ജോൺ ബർഗറാണ്. അപ്പോൾ പലതരത്തിലുള്ള ബ്ലോഗ്സ് ഉണ്ട്. പേഴ്സണൽ, പ്രൊഫഷണൽ, സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്, അതായത് ഒരു നിഷ് ബേസ്ഡ് ആയിട്ടുള്ളത്, ബിസിനസ് ബ്ലോഗ്സ്, എഡ്യൂക്കേഷൻ ബ്ലോഗ്സ്, അങ്ങനെ പലതരത്തിലുള്ള വ്ളോഗ്സ് ഉണ്ട്. ഇനി വ്ളോഗ്സ് ഉണ്ട്. വ്ളോഗ്സ് എന്താ? വീഡിയോ ബ്ലോഗ്സിൻ്റെ പേരാണ് വ്ളോഗ് എന്ന് പറയുന്നത്. വ്ളോഗ്, വീഡിയോ ലോഗ് എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് വ്ളോഗ് എന്ന് പറയുന്നത്.
അപ്പോൾ വീഡിയോ ഭൂരിഭാഗം അതിനകത്ത് എന്തായിരിക്കും, വീഡിയോ ഫോർമാറ്റിലുള്ള കണ്ടൻറ്റ്സ് ആയിരിക്കും ബ്ലോഗിനകത്ത് ഉള്ളത്. ഫേസ്ബുക്കൊക്കെ എന്താ അതൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട്, ബ്ലോഗുകൾ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഫേസ്ബുക്ക്. ഡെയിലി മോഷനൊക്കെ ഈ വ്ലോഗുകൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ. എന്താണ് വ്ളോഗ്, അല്ലെങ്കിൽ ബ്ലോഗ് എന്താണ്, മൈക്രോ ബ്ലോഗിങ് എന്താണ്, ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയുടെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് പഠിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. നിങ്ങൾ ഈ 3 വീഡിയോസ് കണ്ട് നോട്ട്സ് എഴുതി മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യമാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതിൻ്റെയൊക്കെ ആരാണ് സ്ഥാപിച്ചത്, എന്നാണ്, അതിൻ്റെയൊക്കെ ആസ്ഥാനം എവിടെയാണ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.